വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളപ്പോൾ ഒരു ബുക്ക് മേക്കിംഗ് ആട്ടോ ചെയ്യുന്നത്. വെറും ബുക്കല്ല, നമുക്ക് ജേണലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലുള്ള 1-2 ഹാൻഡ്മെയ്ഡ് ജേണൽ ബുക്ക് കണ്ടപ്പോഴേ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിനി ഈ ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യൽ ഇതേപോലത്തെ ഒരു ഡ്രോയിങ് ബുക്ക് മേടിക്കാറാണ് ചെയ്യൽ. അതിൽ നമുക്ക് 32 പേജസ് വരുള്ളൂ. അത് മടക്കി കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. പിന്നെ ഇതിൻ്റെ GSM വരുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പം 100 അതിൻ്റെ മേലേക്കുള്ളതോ നോക്കിയിട്ട് വേണം മേടിക്കാൻ. അതിൻ്റെ അടിക്ക് പോയാൽ കട്ടി ഉണ്ടാവില്ല, അത്ര തന്നെ. പിന്നെ ഇതിന് വന്നിട്ട് 25 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു ബുക്ക് ഉണ്ടാക്കല്ലോ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതേപോലെ ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഈ ഒരു ജേണൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ആദ്യത്തെ ജേണലാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ അതേമാതിരി ഉണ്ടാക്കിയ രണ്ടാമത്തേതാണ്. ഇതിന് ഞാൻ ഇതുവരെ കവറൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ആദ്യം തന്നെ ഇതിൻ്റെ പിന്നുണ്ടല്ലോ, അതൊന്ന് നമുക്ക് അയച്ച് മാറ്റണം. അത് മാറ്റാൻ ഈസിയാണ്. ഇതേപോലെ ജസ്റ്റ് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ പേജസ് കിട്ടുമല്ലോ, അത് ഇനി നമുക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഉണ്ടാക്കുമ്പം ഒരു A5 സൈസിലൊക്കെ ആവും. ഇത് വരെ ബുക്ക് വരെ A5 സൈസൊക്കെ ആവും. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന വലിയ ഡ്രോയിങ് ബുക്ക് മേടിച്ചിട്ട് അതിലെ പേജ് 4 ആക്കിയിട്ട് മടക്കലാണ്. അപ്പോൾ അത് ഭയങ്കര ചെറുതാവും. നമുക്കൊരു A6 ആ ഒരു സൈസിലൊക്കെയാണ്. ഞാൻ ഇതിന് മുന്നേ 2 ജേണൽ കാണിച്ചില്ലേ, ആ 2 ബുക്ക് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ മെയിൻ പരിപാടിക്ക് എടുക്കുക. നമ്മൾ ഈ പേജസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ A5 സൈസിലുള്ള പേപ്പേഴ്സ് റെഡിയാവും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. ഏത് നമ്മൾ കട്ട് ചെയ്യുക, അതിങ്ങനെ മടക്കി കൊടുക്കുക, കട്ട് ചെയ്യുക, മടക്കി കൊടുക്കുക, കട്ട് ചെയ്യുക, മടക്കി കൊടുക്കുക. അപ്പോൾ ചെയ്യല്ലേ. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെല്ലാ പേജസും ഇതേപോലെ മടക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തില്ലേ, അതേപോലെ വെച്ച് കൊടുത്താൽ മതി. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ലെവലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗത്ത് പശ തേച്ച് കൊടുക്കണം. നമ്മളെ കയ്യിൽ എപ്പോഴും പിന്നെ ഒരു പശ ഉണ്ടാവുമല്ലോ, അതാണ് ഫെവിക്കോൾ. അത് തേച്ച് കൊടുത്താൽ മതി. അതിങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ടിട്ടേ വേണം തേച്ച് കൊടുക്കാൻ, എന്നാലേ നമുക്ക് ലെവലായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ ഒരു മെത്തേഡ് പണ്ടെന്നോ ഏതോ ഒരു ഫോറിൻ ചാനലിന് കണ്ടു പഠിച്ചതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന തുന്നിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബുക്കുണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്നെപ്പോലെ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ട് ബുക്ക് ഉണ്ടാക്കട്ടോ. ഞാൻ കഴിഞ്ഞ 2 ബുക്കും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ 2 ബുക്കിൻ്റെ ഇടയിലായിട്ട് ഈ ബുക്കൊന്ന് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്ലിപ്പും കൂടി അയച്ചു കൊടുത്തിട്ടും ഒരു ദിവസം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിയുമ്പം നമുക്ക് ഇതേപോലെ സെറ്റായിട്ട് സാധനം കിട്ടും. ഇനി നമുക്ക് ബുക്കിനുള്ള കവർ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു റെക്കോർഡ് ബുക്കിലെ ചട്ടൊക്കെ വലിച്ച് പറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ബുക്കിൻ്റെ ഫ്രണ്ടിനും ബാക്കിനും സൈസിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ഗ്ലൂ തേച്ച് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ സൈസിലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ മാസ്കിംഗ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, അതല്ലെങ്കിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ട് 2 ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒട്ടിക്കണം എന്നില്ല, ഇങ്ങനെ ഒട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ബുക്ക് മടക്കണ മാതിരി ഈസി ആയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നിക്കുന്ന പേപ്പർ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയപ്പം കണ്ടതാണ്. അപ്പോൾ മേടിച്ചടാ. ഇതിന് 19 20 ഒരു ഡൗട്ടുണ്ട്. എന്നാലും ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൈസിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊരു വിൻറ്റേജ് ലവറാണ്. എൻ്റെ പല വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിതേപോലെ നമ്മൾ ഈ ഒരു സാധാരണ നമ്മൾ ബുക്ക് പൊതിയുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡിൽ ഇതേപോലെ പശയൊക്കെ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. ഇതേപോലെ നമ്മൾ വിൻറ്റേജ് ജേണൽ ബുക്ക് ഉണ്ടാക്കുന്നതും
പിന്നെ മിനി ജേണൽ ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിനി. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ചെയ്തിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബുക്കിൻ്റെ കുപ്പായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുപ്പായത്തിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള പേജസൊക്കെ ഒന്ന് ഇറക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പേജസൊക്കെ ആ ഗ്ലൂ തേച്ച ഭാഗത്ത് വീണ്ടും ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും മാത്രമായിട്ടൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക. നടുഭാഗം വിടണം കേട്ടോ. അവിടെ ഗ്ലൂ തേച്ചാൽ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബുക്ക് സെറ്റായി കിട്ടും. സംഭവം സെറ്റാണ് കേട്ടോ. ഞാൻ വെറുതെ തള്ളി മറിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ബുക്ക് ഉണ്ടാക്കിയത് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബുക്കിലുള്ള കുറച്ച് ജേണലിംഗ് വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.